ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് അടുത്തൊരു വിൻ്റർ സീരീസിലുള്ള വ്ളോഗാണ് കേട്ടോ. ഇന്ന് രാവിലെ നല്ല സ്നോഫോൾ ഉള്ള ഒരു ദിവസമാണ്. ഞാൻ ജനലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആ നേരത്ത് തന്നെ, അതായത് ഏകദേശം ഒരു 5 മണി സമയത്ത് തന്നെ സ്നോ റിമൂവൽ ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അടുത്തൊക്കെ. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഇത്രയും രാവിലെയൊക്കെ എങ്ങനെയാണ് ഈ തണുപ്പത്ത് ഇങ്ങനെ മഞ്ഞിൽ തണുപ്പത്ത് നിൽക്കുന്നതെന്നൊക്കെ. അപ്പം ഞാൻ സ്നോ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് കുറച്ച് വാം വാട്ടർ എടുത്തിട്ട് ജസ്റ്റ് കുടിക്കുകയാണ് കേട്ടോ എണീറ്റ് അപ്പം തന്നെ. അതിന് ശേഷം നമ്മുടെ ബേസിക് ആയിട്ടുള്ള മോർണിംഗ് റുട്ടീൻസിലേക്ക് കിടക്കുകയാണ്. മോർണിംഗ് റുട്ടീൻ പല്ല് തേക്കലും അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷും സ്ക്രബും മോയ്സ്ചറൈസറും ഒക്കെ യൂസ് ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പഴയ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ്റെ ഒരു വിൻ്റർ സ്കിൻ കെയർ റുട്ടീൻ. അതിനുശേഷം ഇന്നൊരു വീക്ക് ഡേ ആണ് കേട്ടോ. മോനും ഹസ്ബൻഡിനൊക്കെ ക്ലാസ്സും വർക്കും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. എനിക്കിപ്പോൾ യൂണിവേഴ്സിറ്റി വിൻ്റർ ബ്രേക്ക് ആണ്. പക്ഷേ എനിക്ക് കുറച്ച് ഓൺലൈനായിട്ട് ചെയ്യേണ്ട കുറച്ച് വർക്ക്ഷോപ്സ്, ഇൻറ്റേൺഷിപ്പിൻ്റേതായ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വർക്ക്ഷോപ്സും അങ്ങനെ സൂം മീറ്റിങ്സും ആക്ടിവിറ്റീസും ഒക്കെ. ഞാനത് രാവിലെ തന്നെ എൻ്റെ ഒരു മീ ടൈമിൽ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിലേക്ക് കിടക്കുകയാണ്. ഞാൻ ജേർണലിങ് ചെയ്യും. ഞാൻ പ്ലാനറും അതുപോലെ തന്നെ ജേർണലും ഒക്കെ ഷടപടേന്ന് വേഗം എഴുതുകയാണ് കേട്ടോ. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളും ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വെള്ളം 1 ലിറ്റർ കുടിക്കുക എന്നുള്ളത് ഒരു ഇതായിട്ട് വെച്ചിട്ട് 10 മണിക്ക് മുമ്പ് കുടിക്കുക എന്നുള്ളൊരു ടാർഗറ്റായിട്ട് വെച്ചിട്ടാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ വെള്ളം കുടിക്കില്ല. ഞാനിന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ, ഈവൻ നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ കൂടെ നമുക്ക് വെള്ളം അത്യാവശ്യം നമുക്ക് കുടിക്കാൻ തോന്നും. ബട്ട് ഇവിടെ ഒട്ടും അതിന് എന്താ പറയുക, ആ ഒരു കാലാവസ്ഥയല്ലല്ലോ. പിന്നെ ഞാൻ ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ മേ ബി ഒരു 2 ഡേയ്സിൽ ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ലാപ്ടോപ്പിൽ ഞാൻ കുറച്ച് മെയിലൊക്കെ ചെക്ക് ചെയ്തു. യൂണിവേഴ്സിറ്റി എപ്പോഴാണ് ക്ലാസ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ വർക്ക്ഷോപ്പിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. എന്താ വെച്ചാൽ മോന് റെഡിയാക്കണം സ്കൂളിലേക്ക്. പിന്നെ മോന് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് അവന് ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ പാൻ കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ആൾ കിടന്നത്. ഞാനത് റെഡിയാക്കാനുള്ള ഒരു ഇതിലാണ്. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് ആ ഒരു ഇതും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമയം കൊണ്ട് മോൻ എല്ലാം എണീറ്റ് വരുന്നുണ്ട് കേട്ടോ, സ്നോ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇന്ന് ആള് സ്കൂളിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് മടി കാണിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവർക്ക് അടുത്ത ആഴ്ച മൊത്തം ലീവാണ്. ഇവിടെ ക്രിസ്മസിൻ്റെ വിൻ്റർ ബ്രേക്കാണ്. ഞാൻ മോനെ റെഡിയാക്കിയിട്ട് ഞാൻ മെല്ലെ കിച്ചണിലേക്ക് പോയി കേട്ടോ. കിച്ചണിലേക്ക് പോയതിന് ശേഷം ഈ പാൻ കേക്ക് റെഡിയാക്കാനുള്ളതൊക്കെ മിക്സൊക്കെ ഒന്ന് റെഡിയാക്കുമായിരുന്നു. അപ്പോഴും പുറത്ത് നന്നായിട്ട് മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 7:30 സമയമായിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞാൻ പാൻ കേക്കിന് യൂസ് ചെയ്യുന്നത് ഈ ഒരു മിക്സാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണിത്. ഇവിടങ്ങളിൽ പലതരം പാൻ കേക്ക് മിക്സ് കിട്ടുന്നുണ്ട്. ഒന്ന് വന്നിട്ട് ഈ ക്വാക്കർ ഓട്സിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ, എനിക്ക് അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. ഇത് നല്ലൊരു പാൻ കേക്ക് മിക്സാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. ഇതിലേക്ക് ഉപ്പ് അങ്ങനെയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് ജസ്റ്റ് നല്ല ചൂടായ പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് കുറച്ച് നെയ്യ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മതി. ഇത് മീഡിയം ഫ്ലെയിം, നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് പോകും. നമ്മുടെ നാട്ടിൽ ഗ്യാസ് അടുപ്പ് പോലെ അല്ല കേട്ടോ, ഇവിടുത്തെ ഈ ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. എനിക്ക് ആദ്യമൊക്കെ കാനഡയിൽ വന്ന ടൈമിലൊക്കെ ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ. ഇപ്പോൾ ഏകദേശം ഞാനൊന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. നമ്മൾ യൂസ്ഡായി ഇതെല്ലാം കുക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവുകളും കൂടെ പാൻ കേക്ക് റെഡിയാക്കുകയാണ്. ഞാൻ ഓർത്തു, ശരി എന്നാൽ പിന്നെ ഞാനും ഈ പാൻ കേക്ക് തന്നെ കഴിക്കാം രാവിലത്തേക്കെന്ന് വെച്ചിട്ട് എനിക്കും കൂടെ കുറച്ചൊരു 2 എണ്ണം ഞാൻ ചെയ്തു. ഇതിന് ഗ്രീൻ പീസാണ് കേട്ടോ ഗ്രേവി റെഡിയാക്കിയിരിക്കുന്നത്. അങ്ങനെ മോൻ ഫുഡൊക്കെ കഴിച്ചിട്ട് മെല്ലെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മോന് സ്കൂളിൽ പോയതിന് ശേഷം പിന്നീട് ഞാനും ഇത് കഴിക്കുകയാണ് കേട്ടോ. ശരിക്കും ഇതിന് പാൻ കേക്ക് സിറപ്പാണ് കേട്ടോ ഇവിടങ്ങളിലൊക്കെ യൂസ് ചെയ്യുക. ബട്ട് നമ്മൾ യൂഷ്വലി പാൻ കേക്ക് ഇടയ്ക്കൊക്കെയാണ് ചെയ്യാറുള്ളൂ. ചെയ്യുമ്പോൾ നമ്മൾ ഈ
കടലയും അതുപോലെ ഗ്രീൻ പീസും ഒക്കെയാണ്. പിന്നെ ഉച്ചത്തേക്ക് ഇതുപോലെ ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ്. ഇത് ഞാൻ രാവിലെ തന്നെ ചെയ്തതാണ്. 3 ലഞ്ച് പാക്കിങ്ങും ഹസ്ബൻഡിനും ഒക്കെ ഇത് തന്നെയാണ് കൊണ്ടുപോയത് അവരൊക്കെ. ഇതിനൊരു ഗ്രീൻ പീസ് ഗ്രേവി, അതിനായിട്ട് ചെയ്ത ഗ്രീൻ പീസ് ഗ്രേവിയാണ് നമ്മൾ പാൻ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ വൈകുന്നേരം ഒരു 4 മണി പലഹാരമായിട്ട് ഉണ്ണിയപ്പമാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഗോതമ്പിൽ ചെയ്തെടുത്ത ഉണ്ണിയപ്പമാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെളിച്ചെണ്ണയൊന്നും അല്ല, വെജിറ്റബിൾ ഓയിലിലാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, വളരെ മിനിമലായിട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഏകദേശം ഒരു 3-4 ബാച്ച് ഉണ്ണിയപ്പം ത്തോളം വന്നിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം നല്ല കട്ടൻ ചായയും ഉണ്ണിയപ്പമാണ് കേട്ടോ ഞങ്ങളുടെ 4 മണി പലഹാരം. അപ്പം ഈ സമയത്തും അവിടെ നന്നായിട്ട് സ്നോ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഡിന്നറിൻ്റെ പരിപാടികളും കൂടെ ഞാൻ വേഗം ചെയ്യുകയാണ് കേട്ടോ. ഡിന്നറിന് നമ്മൾ ചപ്പാത്തിയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഗ്രേവിയാണ് കേട്ടോ. ഇന്ന് മോൻ്റെ സ്കൂളിലൊരു കൺസേർട്ട് ഉണ്ട്, വിൻ്റർ കൺസേർട്ട്. അപ്പോൾ നമ്മൾ 6 മണി മുതലാണ് അത് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് വേഗം പോവുകയാണ് കേട്ടോ കൺസേർട്ടിന്. അപ്പോൾ അങ്ങനെ ഗ്രീൻ പീസ് കേടൊന്നും ആയിട്ടില്ല. എന്താ വെച്ചാൽ ഇവിടങ്ങളിൽ ഈ തണുപ്പായതുകൊണ്ടില്ലേ പെട്ടെന്നൊന്നും കറികളൊന്നും കേടാവുമൊന്നുമില്ല. അപ്പോൾ ഗ്രീൻ പീസും ചപ്പാത്തിയായിരുന്നു ഡിന്നർ. പിന്നെ നമ്മൾ വേഗം സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ, മോൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ്. അടുത്ത് തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെയാണ് മോൻ്റെ സ്കൂള്. ഞാനിതിൽ കൺസേർട്ടിൻ്റെ കുറച്ച് ഇതൊക്കെ ആഡ് ചെയ്യാം. അപ്പം ഇന്ത്യൻസും ഒക്കെ ഉള്ള സ്കൂളാണ്. അപ്പോൾ ഇവരുടെ കനേഡിയൻ സെലിബ്രേഷൻസിൻ്റെ കൂടെ ഇന്ത്യൻ ഡാൻസസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇന്ത്യൻ പഞ്ചാബി ഡാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വിൻ്റർ വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യാണ്. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.